ഞാൻ ചോദിക്കണപ്പോൾ പിണറായി വിജയനും ജയരാജനും ഒക്കെ CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാനവികതയെ കുറിച്ചൊക്കെ വാചാലമായി പ്രസംഗിക്കുന്നില്ലേ? ഈ കൊലപാതകം ഒരു താലിബാൻ അവിടെ ഇടുക്കിയിലെ ഒരു മാർഷ കൈകൊത്തിയപ്പോ പിണറായി വിജയൻ എത്ര മനോഹരമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇത് താലിബാനെ കടത്തി വെട്ടുന്നതാണ് എന്ന്. നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ കണ്ണപുരത്തെ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് എടുത്ത് കൊണ്ടുപോയ ഒരു നിരപരാധിയായ ഒരു കൊച്ചു പയ്യനെ പട്ടിയെ കുത്തും പോലെ കുത്തിക്കൊന്നത് താലിബാനെ തോൽപ്പിക്കുന്ന നടപടിയല്ലേ? താലിബാൻ ചെയ്യോ ഈ നടപടി? നിരായുധൻ, നിർദോഷി, നിരപരാധി. എന്നിട്ട് ആ നിരപരാധിയെ കൊന്നു എന്നത് മറച്ചു വെക്കാൻ CPM ജില്ലാ സെക്രട്ടറി ശുദ്ധ കളവ് പ്രചരിപ്പിക്കല്ലേ? എന്നെ ആക്രമിച്ചതിന്റെ അകത്ത് ഷുക്കൂർ ഉണ്ടായിരുന്നു എന്ന് വന്നാൽ ഞാൻ ചോദിക്കുന്നു, ഇൻഡയറക്ട്ലി ജയരാജൻ ഷുക്കൂറിനെ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തു എന്നല്ലേ എന്റെ അർത്ഥം? എന്നെ ആക്രമിക്കാൻ വന്ന കൂട്ടത്തിൽ ഷുക്കൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരാണ്? ജയരാജനല്ലേ? അപ്പൊ ജയരാജൻ ഈ കേസിലെ പ്രതിയാക്കണ്ടേ? ജയരാജന്റെ പേരിൽ കൊലക്കുറ്റെടുക്കണം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹമാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇവനാണ് എന്നെ ആക്രമിക്കാമെന്ന്, അതുകൊണ്ടല്ലേ അവനെ കൊന്നത് എന്നല്ലേ ഇവർ പറയുന്നത്. പിന്നെ ബന്ധുക്കൾ എല്ലാം ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തെളിയിക്കാൻ ശാസ്ത്രീയമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ജയരാജൻ അതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തെളിയിക്കേണ്ട ഒരുപാട് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. ഫോട്ടോ നോക്കിയാൽ മനസ്സിലാക്കാൻ മാത്രം സാധിക്കുന്ന എല്ലാ ശാസ്ത്രീയ ഗവേഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ശാസ്ത്രമായ വിശകലനം നടത്തട്ടെ പോലീസ്. എന്നിട്ട് ഷുക്കൂറാണോ ഇയാൾ ആക്രമിച്ചതിനകത്ത് ആ ഫോട്ടോ കാണുന്ന ഫോട്ടോത്തിൽ കാണുന്ന ഷുക്കൂറാണെന്ന് കൺഫേം ചെയ്യട്ടെ. അല്ല എങ്കിൽ ജയരാജൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നു, ആ അക്രമത്തിന്റെ അകത്ത് പങ്കെടുത്തു എന്ന് ജയരാജൻ ഇപ്പോഴും അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും ശക്തമായ വാദമുന്നയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിന് ശേഷം ഷുക്കൂർ അല്ല ഈ ഫോട്ടോയിൽ കാണുന്നവൻ എന്ന് വന്നാൽ ജയരാജൻ എന്ത് ചെയ്യുമെന്ന് ലോകത്തോട് ഇപ്പൊ പറയണം. എന്ത് ചെയ്യും? ഷുക്കൂറിന്റെ ജീവൻ തിരിച്ചു കൊടുക്കുവോ? ഷുക്കൂറിനെ കൊന്നത് കണ്ണപുരത്തെ പോലീസുമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. കണ്ണപുരത്തെ പോലീസ് സ്റ്റേഷനിൽ 2 മണിക്കൂർ നേരം വിളിച്ചിട്ട് പോലും 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു 5 പോലീസുകാർ അവിടെ പോയിരുന്നെങ്കിൽ ആ പയ്യൻ രക്ഷപ്പെടുമായിരുന്നില്ലേ? ഫോൺ ആദ്യം എടുത്തു, ആളെ അയക്കാന്ന് പറഞ്ഞു, പിന്നെ ആ ഫോൺ എടുത്ത് പുറത്തു വെച്ചു. ഗൂഢാലോചന ഇല്ലേ അതിനകത്ത്? ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് എത്താൻ പാടുള്ളൂ എന്ന് നേരത്തെ CPM-ഉം കണ്ണപുരത്തെ പോലീസും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ആ പയ്യന്റെ കൊലപാതകം. അവിടെ പ്രതികരിക്കാൻ സാധിക്കുന്ന തന്റേടുള്ള പോലീസിന്റെ ധാർമ്മിക ബോധമുള്ള 2 പോലീസുകാരൻ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഷുക്കൂർ കൊല്ലപ്പെടില്ലായിരുന്നു. എന്നിട്ടും ഇത്രയും നിഷ്ഠൂരമായി ഗൂഢാലോചന നടത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് തടിയൂരാൻ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു CPM ജില്ലാ സെക്രട്ടറി CPM എന്ന് പറയുന്ന ജില്ലാ പ്രസ്ഥാനത്തിന് അപമാനമാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള നേതാവിന് പറയാൻ പറ്റാത്ത ജയരാജൻ ഇപ്പോൾ പറയണത്. എന്റെ ചോദ്യത്തിൽ ജയരാജന് ഉത്തരം പറയണം. ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഷുക്കൂറല്ല ആ ഫോട്ടോയിൽ എന്ന് തെളിഞ്ഞാൽ ജയരാജൻ ഷുക്കൂറിന്റെ ജീവൻ തിരിച്ചു കൊടുക്കുവോ? സത്യത്തിൽ കണ്ണൂരിലെ CPM-ന്റെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നോക്കി അതൊരു ഭീകര സംഘടനയെ പ്രഖ്യാപിക്കേണ്ടതാ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ എന്തർഹത CPM-ന്? കള്ളവോട്ടും മസിൽ പവറും മണി പവറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജില്ലയിലെ ജനങ്ങളെ വിറങ്ങലിപ്പിച്ചു നിർത്തി ജനാധിപത്യം ഹനിച്ച് ആളുകളെ കൊന്നൊടുക്കിയും ആളുകളെ വെട്ടിക്കൊന്നും ആളുകളെ അംഗഭംഗം വരുത്തിയും ആളുകളുടെ വീടും ഷോപ്പും സ്വർണവും കൊള്ളയടിച്ചും ആളുകളെ കൃഷി നശിപ്പിച്ചു നടക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ എന്ത് അവകാശമുണ്ട്? നിങ്ങൾ പറയണം. നോക്കിയിട്ടാണ് ഈ കൊലപാതകത്തിന്റെ സിസ്റ്റം നോക്കിയിട്ട് അവർ പറയുന്നത്. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്, ഞാനും അത് തന്നെ പറയുന്നത്. ഞാൻ നക്സൽ എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഭീകര സംഘടനയുടെ എല്ലാ രൂപവും ഭാവവും ആ കൊലപാതകത്തിലുണ്ട്.
അത് ഇത് മാത്രമല്ലെന്നേ, നേരത്തെ ആ കൂത്തുപറമ്പിൽ ഒരു കൽവെട്ട് പണിക്കാരനെ കൊണ്ടുപോയിട്ട് തല തറച്ച് ഒരുത്തലിട്ട് ബോഡി തറച്ച് ഒരുത്തലിട്ട് ബോഡിയും തലയും 2 ദിവസം പരിധി കൂട്ടി യോജിപ്പിച്ചപ്പോ ഒരു തൊഴിലാളിയാണെന്ന് മനസ്സിലാക്കാതെയില്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടിയാ ചെയ്യാ കൊലപാതകം? ഏത് രാഷ്ട്രീയ പാർട്ടിയാ ചെയ്യാ? ഇടുക്കിയിൽ നടന്ന സംഭവം ഒരു താലിബാൻ സംഭവം എന്ന് പറയുന്ന പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ നടന്ന കൊലപാതകത്തിന്റെ കഥയാ ഞാൻ നിങ്ങളെ മുമ്പ് പറയുന്നത്. ഓട്ടോറിക്ഷ പോകുമ്പോൾ പിടിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി കാറിനകത്ത് വെട്ടി നുറുക്കി തല ഒരുത്തലിട്ട് തടി ഒരുത്തലിട്ട് തടി കിട്ടിയോ തലക്ക് പരതി, തല കെട്ടിയോ തടിക്ക് പരതി. അടുത്ത ദിവസം ഇത് കൂട്ടിമുട്ടിയപ്പോൾ ആളെ മനസ്സിലായി. ആരെ ചെയ്യാ കൊലപാതകം? ഭീകര സംഘടന പോലും ചെയ്യോ അങ്ങനത്തെ ഒരു കൊലപാതകം? നക്സലിസം തമ്മിൽ എന്താ വ്യത്യാസം? നക്സലിസം തലവെട്ടി പടിയിൽ കൊണ്ടുപോയി വെച്ചു, സ്റ്റെപ്പിൽ കൊണ്ടുപോയി വെച്ചു, വീട്ടിന്റെ പടി കൊണ്ടുപോയി വെച്ചു തല. ഇവർ തലയെടുത്തിട്ട് കുറ്റിക്കാട്ടി ചെറിഞ്ഞു. എന്താ വ്യത്യാസം? എന്താ ഇവരും ലക്ഷ്യം തമ്മിൽ വ്യത്യാസം പറയും? എന്താ ഡിഫറൻസ്? മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ്. മുസ്ലിം ലീഗിന് അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. അവരുടെ കണ്ണൂരിൽ അവർ മാനസികമായി വൂണ്ടഡായ ആളുകളാണ്. ഒരുപാട് അക്രമത്തിന് രക്തസാക്ഷിയായവരാ. ഒരുപാട് കൊള്ള നടന്ന മുസ്ലിം സമുദായത്തിലെ വീടുകൾ നമുക്കറിയാം. ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടൊരു സമുദായം കണ്ണൂരിൽ വേറെയില്ല. സാമുദായികമാണ് അവിടെ. നിങ്ങൾ അത് ഓർക്കേണ്ടത്, നിങ്ങൾ ഈ മുസ്ലിം ലീഗുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വർഗീയമാണ്. തലപ്പറമ്പിലൊക്കെ കൊള്ളയടിച്ച കൂട്ടത്തിൽ INL കട കൊള്ളയടിച്ചിട്ടില്ലേ? അത് ഇടത്തോട്ട് മുണ്ടെടുത്തോടെ എല്ലാം ആക്രമിക്കുക, ഇടത്തോട്ട് മുണ്ടെടുത്തോന്റെ കടകളൊക്കെ ആക്രമിക്കുക. വർഗീയമാണ്. പാനൂരിൽ നടന്ന സംഭവം അങ്ങനെയല്ലേ? പാനൂരിൽ നടന്ന ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച കാന്തപുരത്തിന്റെ ആളെ ഇടത്തോട്ട് മുണ്ടെടുത്തുന്ന പേരിലല്ലേ അന്ന് രാത്രി അടിച്ച് മുറിച്ചിട്ടത്? ഹജ്ജിന് പോകാൻ പോകുന്ന ആളുകളെ ഓർമ്മയില്ലേ? ഇവർക്ക് വേണ്ടി വോട്ട് പിടിച്ച പാർട്ടിക്കാര്. INLകാർക്ക് വെട്ട് കിട്ടില്ല, INLകാരെ സ്വത്ത് നശിപ്പിച്ചില്ല, INL കൊട കള്ളടിച്ചില്ലേ? അപ്പൊ ഇടത്തോട്ട് മുണ്ടെടുത്തവന്റെ ഒക്കെ വീടും കടയും അവന്റെ സ്വത്തും കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒരു വർഗീയതയാണ് CPM കണ്ണൂർ ജില്ലയിലും കേരളത്തിലും നടപ്പിലാക്കൊണ്ടിരിക്കുന്നത്. ലീഗ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാം ലീഗാണെന്ന. അതിനകത്ത് വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഒരു അക്രമത്തിന്റെ മുഖത്ത് ഇതൊന്നും CPMന് ബാധകമല്ല. എന്ത് രാഷ്ട്രീയ കൊലപാതകം? ഇതിന് രാഷ്ട്രീയ കൊലപാതകം എന്നാണോ പേര്? അല്ല, അത് ലീഗ് പങ്കാളിയായിരുന്നു എന്നത് ഒരു സംഭവമാണ്, ഒരു ഇൻസിഡന്റാ. അതല്ല എന്റെ അനിയ. ഇത് കേരളത്തിലും കണ്ണൂർ ജില്ലയിലും കഴിഞ്ഞ 60 വർഷമായി ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന നിരന്തരമായ കൊലപാതകത്തിന്റെ പരമ്പരയാണ്. Can you compare it with മാറാട്? മാറാട് ഇസ് എ സിംഗിൾ ഇഷ്യൂ. അതന്നെ ഞാൻ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ സിംഗിൾ ഇഷ്യൂസ് ആണ് മനോഹരൻ. ഇതല്ല. ഇത് കഴിഞ്ഞ 65 വർഷമായി നമ്മൾ ഇവിടെ ഫേസ് ചെയ്യല്ലേ. 65 ഇയേഴ്സായി കണ്ണൂരിൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഇതിന്റെ രക്തസാക്ഷികൾ, ജീവിക്കുന്നവരും അല്ലാത്തവരും രക്തസാക്ഷികൾ. എന്റെ പേരിൽ ആരോപണമില്ലാതെ ഏതൊക്കെ സംഭവം ഏതാ? ഈ വിചാരത്തിന്റെ കേസ് ഞാൻ പ്രതിയാണോ? നിങ്ങളെന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യം. ഞാൻ പ്രതിയാണോ? ഞാൻ പ്രതിയായോ? പ്രതിയായി എന്ന് ഈ ജയരാജൻ ആളുകൾ കള്ളപ്പതി നടത്തിയ ഞാൻ ആ കേസിലെ പ്രതിയാണെന്ന് ഒരു FIR ഇട്ട് തെളിയിച്ചാൽ ഞാൻ ജയരാജന്റെ വിട്ടുപണിക്ക് പോകാം. പറയട്ടെ, തെളിയിക്കട്ടെ. CPMന്റെ ഓഫീസിലെ ബോയ് ആയിരിക്കാൻ ഞാൻ ജയരാജൻ വധശ്രമ കേസിൽ K. സുധാകരൻ പ്രതിയാണെന്ന് കോടതി റെക്കോർഡ് വെച്ച് തെളിയിക്കാൻ ജയരാജന് സാധിച്ചാൽ CPM ഓഫീസിലെ ഓഫീസ് ബോയ് ഞാൻ വർക്ക് ചെയ്യാം. ജയരാജൻ ഇങ്ങനെ കുറെ കുളൂസ് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. തൊണ്ടയിലുണ്ട് എന്ന് പറഞ്ഞാലാ കുറെ കാലമായിട്ട്. ഇപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാകാൻ നിങ്ങൾ വീട്ടുപണിക്ക് നിൽക്കാന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തൊണ്ടയിൽ ഉണ്ടയാണ്. വേറൊന്നാണ് ഇത്. അതൊക്കെ കുറെ കാലം നിങ്ങൾ കണ്ണൂർ കേട്ടതാ. ഓരോ രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വം വിലയിരുത്താനുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ അതിനെ കാണണം.